മോക്ഷം അതിന് സമയമായി മോനെ. അവളെ കണ്ടുമുട്ടുമ്പോൾ നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ഇങ്ങനെ നിക്ക്, ഇങ്ങനെ നിക്ക്, ഇങ്ങനെ നീ ഇങ്ങനെ കുസൃതി കാണിച്ചു കിടന്ന ദാമോദരന്റെ കടയിൽ പാല് കൊടുക്കാൻ വൈകും. പിന്നെ അമ്മയുടെ മൈന്ന് ഞാനാ കേൾക്കണ്ടേ. നീ ഇങ്ങനെ വന്നേ. രണ്ടാളും കൂടെ എങ്ങോട്ടാ? ദാമേട്ടന്റെ ഇടയിലെ പാല് കൊടുക്കാൻ പോവാ. അതെന്താ എങ്ങനെ? എന്റെ ചേച്ചി ഒന്നും മിണ്ടത്തില്ലേ? ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടമല്ല, അതാ. ഇന്നലെ നാളെ നീ എന്റെ പെണ്ണ, നിനക്ക് ഇത്ര വാശി വേണ്ട. അതാകുമ്പോഴല്ലേ അപ്പൊ നോക്കാം. കണ്ണി കണ്ടോരോട് നിന്ന് കിണങ്ങാറൊന്ന് വാക്കിങ്ങനെ. ചേട്ടാ, ഈ മനശ്ശേരിയിലേക്ക് പോകണ എങ്ങനെയാട്ടാ? മനശ്ശേരിയിലെയോ? അവിടുത്തെ ആരാണ് മോൻ? ഞാൻ അവിടെ സുധാകരൻ്റെ മോനാ. സുധാകരൻ്റെ മകനോ? അതാണല്ലോ മോനെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു മുഖപരിചയം തോന്നുന്നു. അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തു പറ്റിയായിരുന്നു? ഒരു ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. നേരെ പോകുന്നൊരു കാവാണ്. ആ കാവിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന മോൻ്റെ ഇല്ലത്തേക്കുള്ള വഴിയാണ്. എന്താ നീ ഭയന്നോ? നിനക്ക് ഈ കാവിൽ ശത്രുക്കളില്ല, അത് ഈ കാവിന് പുറത്ത്. ഇതിനു മുൻപ് നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. ഈ കാവും പിന്നെ പിന്നെ കുറെ മുഖങ്ങളും. നീ കണ്ടതൊന്നും സ്വപ്നങ്ങളല്ല, അത് നിനക്ക് പതിയെ മനസ്സിലാവും. എനിക്കിതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല സ്വാമി. എന്തൊക്കെയാ എൻ്റെ ചുറ്റും നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ വേട്ടയാടുന്ന പോലെ. നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം ഈ നാട് തരും. നീ സ്വപ്നത്തിൽ കാണാറുള്ള മുഖങ്ങൾ ഈ നാട്ടിൽ ജീവനോടെയുണ്ട്. അതിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ ഭദ്രയാണ്, അതായത് ഈ ജന്മത്തിലെ നിന്റെ ജാനകി. അവളെ കണ്ടുമുട്ടുമ്പോൾ നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ഒന്ന് ഞാൻ പറയാം, നീ നിന്റെ നിഴലിനെ പോലും വിശ്വസിക്കരുത്, ചതിക്കും. പഴയതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ. മോക്ഷം അതിന് സമയമായി മോനെ. ഗംഭീരം മഹാകാലം ഭസ്മാംഗം ഭൂതനായകം ദിഗംബരം ത്രിനേത്രം തം വന്ദേ ശിവം ഭയങ്കരം.